ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? അഹങ്കാരം നോക്കാം. നീ ചെയ്യുന്ന സൽപ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ച് നീ അഹങ്കാരിയായി മാറരുത്. നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനന്തവിശുദ്ധിയുടെ മുൻപിലാണ്. മാലാഖമാർ പോലും അഹങ്കാരത്താൽ അബദ്ധം പറ്റി പാപത്തിലേക്ക് പോയിട്ടുണ്ട്. അഹങ്കാരം വഴിയാണ് അവരിൽ പ്രലോഭനം കടന്നു വന്നത്. ആ പ്രലോഭനത്തിന് അവർ കീഴടങ്ങി എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. വളരെ ധന്യരാണെന്ന് നാം കരുതിയ എത്രയോ പേർ അധപതിച്ച് ഒന്നുമില്ലാത്തവരായി മാറുന്നത് നാം കണ്ടിട്ടുണ്ട്. മാലാഖമാരുടെ അപ്പം ഭക്ഷിച്ചിരുന്നവർ പന്നി തിന്നുന്ന തവിട് കൊണ്ട് തൃപ്തിയടയുന്നതായി പിന്നീട് നാം കാണുന്നു. ദൈവമേ, അങ്ങയുടെ തൃക്കരം എന്നിൽ നിന്ന് പിൻവലിച്ചാൽ യാതൊരു വിശുദ്ധിയും എന്നിൽ നിലനിൽക്കുകയില്ല എന്ന് എളിമയോടെ ഞാൻ തിരിച്ചറിയുന്നു. വിശുദ്ധിയിൽ വളരാനായിട്ട് ശ്രമിക്കുക.